കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 3-ാം അധ്യായത്തിലെ മറ്റൊരു തിരുവെൺപായിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദ്രഷ്ടാവിനെതിരായ ദൃശ്യം അഖിലം പൊയ്യെന്ന വേദജ്ഞനും വിട്ടിടാതെ തോടുന്നു ശൂന്യം. അതിനാലുണ്ടാം പുനർജന്മവും ബോധം പോയി പരയോഗമാർന്ന നിലയോട് ആനന്ദവായ്പും സ്വരൂപാനന്ദത്തിൽ അഴിഞ്ഞ് അതീത നിലയിൽ തീരും പിറപ്പൊക്കെയും. ആ അതീത നിലയിൽ പിറപ്പൊഴിയുന്നു. എന്താണ് ഈ അതീത നില? അതിനെക്കുറിച്ചിട്ടാണ് കണ്ണുടയ വള്ളലാർ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇതാ നോക്കൂ, ദ്രഷ്ടാവിനെതിരായ ദൃശ്യമഖിലം പൊയ്യെന്ന വേദജ്ഞനും വിട്ടിടാതെ തൊടുന്നു ശൂന്യം. അതിനാലുണ്ടാം പുനർജന്മം. അപ്പോൾ വേദജ്ഞനും എന്തുണ്ടാകുന്നു? പുനർജന്മം ഉണ്ടാകുന്നു. വേദം നന്നായി പഠിച്ചാലും അത് ജീവിതാനുഭവമാക്കി മാറ്റിയാലും എന്തുണ്ടാകാം? പുനർജന്മം ഉണ്ടാകും. അപ്പോൾ കണ്ണുടയ വള്ളലാർ പറയുന്നത് ഇനിയൊരു ജന്മം ഉണ്ടാകാത്ത വിധത്തിൽ അതീതമായ നിലയിൽ താനായി ശോഭിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. കണ്ണിൽ കാണപ്പെട്ട കാഴ്ചകളൊന്നും കണ്ണാകുന്നില്ല. നാം ഒരു വസ്തു കാണുകയാണെന്നിരിക്കട്ടെ, ആ കാണുന്ന വസ്തു കണ്ണാണോ? അല്ല, രണ്ടും രണ്ടാണ്, അന്യമാണ്. അപ്പോൾ തനിക്കെതിരായി അന്യമായി നിന്നതെല്ലാം താനാകുന്നില്ല. ഇതേപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തെ വേദാന്തികൾ മിഥ്യയെന്ന് പറയുന്നു. അപ്പോൾ കാണുന്ന കാഴ്ചകളൊന്നും കണ്ണാകാത്തതുപോലെ നാം കാണുന്ന കാഴ്ചകളെല്ലാം മിഥ്യയാണ് എന്നാണ് വേദാന്തികൾ പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് വേദാന്തികൾ പറയുന്നു. അങ്ങനെ തനിക്ക് ചുറ്റും തോന്നുന്ന സർവശൂന്യം ബ്രഹ്മമെന്നും അത് താനാണെന്നും വേദാന്തികൾ വിശ്വസിക്കുന്നു. അങ്ങനെ തനിക്ക് ചുറ്റും തോന്നുന്ന സർവശൂന്യവും ബ്രഹ്മമാണ് എന്നും അത് താനാണെന്നും ബോധിക്കുകയാണ് വേദാന്തികൾ ചെയ്യുന്നത്. ഇതും ഏതിലേക്ക് നയിക്കും? ജനിമൃതികളിലേക്ക് നയിക്കുമെന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. അതിനാൽ നീ സ്വതന്ത്രനാകാൻ നിനക്ക് ജീവബോധം ഒഴിഞ്ഞിടത്തുളവാകുന്ന പരയോഗവും ആനന്ദാനുഭവവും നിന്നെ വിട്ടൊഴിയണം. അതായത് ഈ സർവശൂന്യം എന്നുള്ള ആ അവസ്ഥയും വിട്ടൊഴിയണം. സർവശൂന്യം എന്ന അവസ്ഥ താനാണെന്ന് പറയുമ്പോൾ അവിടെയും ജനിമൃതികൾ ഉണ്ടാകും. അതിനാൽ നീ സ്വതന്ത്രനാകാൻ നിനക്ക് ജീവബോധം ഒഴിഞ്ഞിടത്തുളവാകുന്ന പരയോഗവും ആനന്ദാനുഭവവും നിന്നെ വിട്ടൊഴിയണം. അപ്പോൾ ഇവിടെ കണ്ണുടയ വള്ളലാർ പറയുന്നത് വേദാന്തികൾ പരയോഗമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു. ഈ പരയോഗത്തെയും വിട്ടൊഴിയണം. കണ്ണുടയ വള്ളലാർ പറയുന്നത് ഈ പരയോഗത്തെയും വിട്ടൊഴിയണം. പിന്നെ ആനന്ദാനുഭവവും ഉണ്ടാകുന്നുണ്ട്. പരമാനന്ദാനുഭവം വേദാന്തികൾക്കുണ്ടാകുന്നുണ്ട്. ഈ പരമാനന്ദാനുഭവവും ഒഴിഞ്ഞു മാറണം. കണ്ടോ, ബോധം പോയി പരയോഗമാർന്ന നിലയോട് ആനന്ദവായ്പും സ്വരൂപം ആനന്ദത്തിൽ അഴിഞ്ഞ് അതീത നിലയിൽ തീരും പിറപ്പൊക്കെയും. അപ്പോൾ അതീത നിലയിൽ എത്തിച്ചേരുക. അപ്പോൾ വേദാന്തത്തിനും അപ്പുറമാണ് കണ്ണുടയ വള്ളലാരുടെ ശൈവ ദർശനം എന്നോർക്കുക. വേദാന്തത്തിൽ സർവശൂന്യമെന്ന് പറയുമ്പോഴും സർവം ബ്രഹ്മമെന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ടാവും? ജനിമൃതികൾ വീണ്ടും ഉണ്ടാകും. അവിടെ താനും ബ്രഹ്മവും രണ്ടാണ് എന്ന അവസ്ഥ അത് ഒന്നായി തീരുന്നെങ്കിലും അവിടെ ദ്വൈതമുള്ളതുകൊണ്ട് വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് വേദാന്തികൾക്കും അപ്പുറത്തേക്ക് കിടക്കണം എന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. ഇതൊക്കെ ആർക്കുള്ളതാണെന്ന് പ്രത്യേകം ഓർക്കുക. തീവ്ര പക്വന്മാർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആ അൾട്ടിമേറ്റ് നോളജാണ്. അതായത് വേദാന്തത്തിനും അപ്പുറമുള്ള പരയോഗത്തിനും അതേപോലെ ശിവാനന്ദ ലഹരിക്കും അപ്പുറമുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. അതായത് തീവ്രതരമായ പക്വന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. അവസാനം പരയോഗവും ഉപേക്ഷിക്കണം, ആനന്ദവായ്പും ഉപേക്ഷിക്കണം. അത് രണ്ടും ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതീത നിലയിൽ എത്തിച്ചേരും. ഈ അതീത നിലയിൽ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിറപ്പൊക്കെയും ഒഴിയും, പിന്നെ ജനിമൃതികളില്ല. ഇതാണ് പരമാവസ്ഥ. അപ്പോൾ പരയോഗവും അതേപോലെ ആനന്ദവായ്പും പോലും ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ജനിമൃതികളിൽ നിന്ന് രക്ഷപ്പെട്ട് എന്തിൽ അതീതമായ നിലയിലേക്ക് സാധകൻ എത്തിച്ചേരുള്ളൂ. ഈ ഉപദേശങ്ങളെല്ലാം തീവ്ര പക്വന് കണ്ണുടയ വള്ളലാർ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ണുടയ വള്ളലാരുടെ വേദാന്തത്തെയും അധിഗമിച്ച് നിൽക്കുന്നു എന്ന് പറയാം. ഇതാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതലും. ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത് ഏറ്റവും ഉന്നതമായ നോളജാണ്. അതെന്താണത്? ഇതെല്ലാം അഴിഞ്ഞതിന് ശേഷം അതീത നിലയിലെത്തിച്ചേരുമ്പോൾ മാത്രമേ പിറപ്പൊക്കെയും ഒഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ ആ കവിത ഒന്നുകൂടെ വായിക്കാം. ദൃഷ്ടാവിനെതിരായ ദൃശ്യമഖിലം പൊയ്യെന്ന് വേദജ്ഞനും വിട്ടിടാതെ തൊടുന്നു ശൂന്യം. അതിനാലുണ്ടാം പുനർജന്മവും ബോധം പോയി പരയോഗമാർന്ന നിലയോട് ആനന്ദവായ്പും സ്വരൂപാനന്ദത്തിൽ അഴിഞ്ഞ് അതീത നിലയിൽ തീരും പിറപ്പൊക്കെയും. അപ്പോൾ അതീത നിലയിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ജനിമൃതികളിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ. ഇത് തന്നെയാണ് രാമകൃഷ്ണ വചനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. ആത്മജ്ഞാനമുണ്ടായാൽ സംസാരാസക്തി, പിന്നെ കാമിനി കാഞ്ചനത്തിലുള്ള ഉത്സാഹം ഒക്കെ പോകും. അപ്പോഴെല്ലാം ശാന്തമാകുന്നു. വിറകരിയുമ്പോൾ പൊടുപൊടെ പൊട്ടും, തീയാളും, കത്തിത്തീർന്ന ചാരം മാത്രമായി മാറും. അതാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ പറയുന്നത്. കത്തിത്തീർന്ന അവസ്ഥ, ചാരം മാത്രം ബാക്കി, പിന്നെ ഒച്ചയൊന്നുമില്ല. ആസക്തി പോയാൽ ഔത്സുക്യം പോകും, ഒടുവിൽ ശാന്തി. ഇത് ശാന്തി പരമശാന്തി. ഗംഗയോടടുക്കും തോറും അത്രയ്ക്ക് ശീതളത അനുഭവപ്പെടും. കുളിച്ചാൽ കുറേ കൂടി ശാന്തമായി. അപ്പോൾ ഗംഗയിൽ കുളിക്കുന്ന അനുഭവത്തെക്കുറിച്ചിട്ടാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. വേദാന്തികൾ എന്താണ് ചെയ്യുന്നത്? ഗംഗയോടടുക്കും തോറും അവർക്ക് ശീതളത അനുഭവപ്പെടുന്നു. അപ്പോൾ വേദാന്തികൾ ഗംഗയോട് അടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്കപ്പോൾ ശാന്തി അല്ലെങ്കിൽ ശീതളിമ അനുഭവപ്പെടും. ഇവിടെ കണ്ണുടയ വള്ളലാർ എന്ത് ചെയ്യുന്നു? ആ ഗംഗയിൽ പോയി കുളിക്കുകയാണ്. കുളിച്ചാൽ എന്തുണ്ടാകുന്നു? ചാരം മാത്രമായി അവശേഷിക്കുന്നു. ആ ഗംഗയിൽ തന്നെ അയാൾ ജലസമാധി അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അയാൾക്ക് പുനർജന്മങ്ങളൊന്നുമില്ല. ഇതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പൊരുളും. അപ്പോൾ ഗംഗയിൽ കുളിച്ചാൽ പിന്നെ അയാൾ ജലസമാധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കണ്ണുടയ വള്ളലാർ പറയുന്നത്. ഇതാണ് അഷ്ടാവക്ര ഗീതയിലും പറയുന്നത്. പ്രകാശമാണ് എൻ്റെ സ്വാഭാവിക സ്വരൂപം, പ്രകാശോ മേ നിജം രൂപം. പ്രകാശമാണ് എൻ്റെ സ്വാഭാവിക സ്വരൂപം. പ്രകാശമെന്നത് എന്നിൽ നിന്നോ, ഞാൻ പ്രകാശത്തിൽ നിന്നോ വേറെയല്ല.
എൻ്റെ പ്രകാശത്തിൽ മറ്റുള്ളവർ പ്രകാശിക്കുക എന്നല്ലാതെ എന്നെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ല. കാരണം ഞാൻ സ്വയം പ്രകാശനാണ്. അതിനാൽ എപ്പോഴെങ്കിലും ജഗത്ത് പ്രകാശിക്കുന്നുവെങ്കിൽ ഞാൻ ജഗതാകാരേണ പ്രകാശിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ എന്നിൽ നിന്ന് അന്യമായ ഒരു ജഗത്തില്ല. ജ്ഞാനവിജ്ഞാനങ്ങളും ഇത് തന്നെ പറയുന്നു. അതുതന്നെ കാര്യകാരണങ്ങളും പരിശുദ്ധാത്മാവും അതുതന്നെ. സർവത്തിനും സാക്ഷിയായി വിലസുന്ന സച്ചിദാനന്ദ ശക്തിയും അതുതന്നെ ജഗദ്ഗുരു, ജഗത് പിതാവ്, ജഗന്മാതാവ്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ഈ ജഗത്തിന് പിതാവും മാതാവും പിതാമഹനും ധാതാവും അറിയപ്പെടേണ്ട വസ്തുവും പരിശുദ്ധ വസ്തുവും ഓംകാരവും വേദവും സാമവേദവും യജുർവേദവും ആഗമങ്ങളും എല്ലാം ഞാൻ തന്നെയാണ്. പ്രാപിക്കപ്പെടേണ്ടവനും പോഷണകർത്താവും നിയന്താവും സാക്ഷിയും ഇരിപ്പിടവും രക്ഷകനും ഹിതത്തെ ചെയ്യുന്നവനും സൃഷ്ടികർത്താവും സംഹാരകർത്താവും ആധാരവും പ്രളയസ്ഥാനവും നാശമില്ലാത്ത കാരണവും ഞാൻ തന്നെയാകുന്നു. ഇവിടെ ഞാൻ എന്ന പദം ആത്മാവിനെ തന്നെയാണ് കുറിക്കുന്നത്. ഇത് തന്നെയാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നാം കാണുന്നത്. ഗീതയിൽ എവിടെയെല്ലാം അഹം ശബ്ദത്തിൻ്റെ ഉല്ലേഖമുണ്ടോ അതെല്ലാം ആത്മവാചിയാണ്. മമേകം ശരണം വ്രജ എന്ന് വെച്ചാൽ ആത്മസംസ്ഥാനാകുക എന്നർത്ഥം. ഈ ആത്മജ്ഞാനമാണ് ഗീതയുടെ അന്തിമ ലക്ഷ്യം. മമേകം ശരണം വ്രജ, ഇതാണ് പരമമായ സത്യമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. ആ ഗീതയുടെ ഈ ആത്മജ്ഞാനമാണ് അന്തിമ ലക്ഷ്യം. ഏത്? മമേകം ശരണം വ്രജ. കഠോപനിഷത്തിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഓം സത് സത്, ഓം തത് സത്. ഓം അതുമാത്രമാണ് യഥാർത്ഥ സത്ത. ഇതാണ് കണ്ണുടയ വള്ളലാർ വേദാന്തത്തിനും അപ്പുറത്തേക്ക് കിടക്കുന്നത്. ഇതാണ് ശൈവ സിദ്ധാന്തവും വേദാന്തവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. വേദാന്തം എന്താണ്? പരയോഗത്തിലും അതേപോലെ ശിവാനന്ദ ലഹരിയിലും അവസാനിക്കുമ്പോൾ കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം അവിടെയും അവസാനിക്കുന്നില്ല. അതും കടന്ന് അതീത നിലയിലേക്ക് എത്തിച്ചേരുന്നു. ആ അതീത നിലയിലൂടെ എന്തിനെ ഉപേക്ഷിക്കുന്നു? ജീവബോധം പോയി, പരയോഗവും പോയി, ആനന്ദവായ്പും പോയി എത്തിച്ചേരുന്ന അവസ്ഥ. അവിടെ പിറപ്പൊക്കെയും ഒടുങ്ങുന്നു. ഇതാണ് അതീത നില. അപ്പോൾ ശൈവ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗവും ഈ അതീത നിലയാണ്. അതായത് ജീവബോധം പോകുന്നു, പൂർണ്ണമായും ജീവബോധം പോകുന്നു. പിന്നെ അരുൾ ബോധം നിറയുന്നു. ഈ അരുൾ ബോധത്തിലെ പരയോഗവും ആനന്ദവായ്പും പോകുന്നു. പിന്നെ അതീത നിലയിലെത്തുന്നു. എത്ര സൂക്ഷ്മതരമായ ആത്മാന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കൂ. ഈ ആത്മാന്വേഷണം ശരിക്കും സത്യത്തിൻ്റെ പരകോടിയാണ്. ആ പരകോടിയാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതലായ അതീത നില. ഈ അതീത നില വേദാന്തത്തിനും അപ്പുറമാണ് എന്ന് കണ്ണുടയ വള്ളലാർ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു അത്ഭുതകരമായ ദിവ്യജ്ഞാനമാണ് കണ്ണുടയ വള്ളലാർ നമുക്കായി സമർപ്പിക്കുന്നത്. ഓം ശിവായ നമഃ.